അഭിപ്രായവും ഒന്നും കൂടി ഉഷാറാവാണ്ട്. ഓക്കെ, തോമസിനെയും മറന്നു. ഹലോ, നമസ്കാരം. ഡി കമ്പനി എല്ലാ സംഘങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഴിഞ്ഞ എറണാകുളത്ത് നടന്ന നമ്മുടെ കുടുംബസംഗമം കർക്കശമായിട്ട് ഏതാനും ചില വ്യക്തികളുടെ നിർബന്ധം കൂടിക്കൊണ്ടാണ് വീണ്ടും ഈ കുടുംബത്തെ കൂട്ടിയുള്ള സംഗമം വീണ്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് തുടർന്നങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ പേര് തോമസ്, കുമ്പളത്താണ് താമസിക്കുന്നത്. വൈഫ് കൂടെയുണ്ട്, മോൻ ഇമാനുവൽ. മരുഭൂമിയിൽ വന്ന മാധവമേ നീ മടങ്ങിപ്പോകുകയോ, നീ മടങ്ങിപ്പോകുകയോ. മരുഭൂമിയിൽ വന്ന മാധവമേ നീ മടങ്ങിപ്പോകുകയോ, നീ മടങ്ങിപ്പോകുകയോ. മന്ദസ്മിതത്താൽ കണ്ണുനീരൊപ്പിയും നീയും മരീചികയും. സോമനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ കൃത്യതയോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ പണി ചെയ്യുന്നത് എങ്ങനെയാണോ അത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അരൂക്കുറ്റി അഷ്റഫ് സാറാണ്. അരൂക്കുറ്റി അഷ്റഫ് സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ സെക്രട്ടറി ശ്രീ ലത്തീഫ്, അബ്ദുൾ ലത്തീഫ് വളരെ കൃത്യതയോടുകൂടി ആനക്കും പ്രാർത്ഥന ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആസ്ഥാന ഗായകൻ ശ്രീ മുരളി സാറിനെ ക്ഷണിച്ചു. നമ്മുടെ രണ്ടാമത് കുടുംബ കൂട്ടായ്മയും കൂടെയാണ് എന്നുള്ളതാണ്. രാവിലെ 7 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ്. 7 മണിക്ക് നേരം കൊടുക്കില്ല. അല്ല, 8 മണിക്ക് കറക്റ്റ് ഫോട്ടോഗ്രാഫർ വരും. എല്ലാവരും ഫോട്ടോയ്ക്ക് റെഡി ആയിരിക്കും. അത് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇപ്പൊ നമുക്ക് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് നമുക്ക് താമസിച്ചു പോയാൽ ട്രാഫിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഫോട്ടോയ്ക്ക് എടുത്ത് 8:30 തന്നെ ഇവിടുന്ന് മൂവ് ചെയ്യണം. എങ്കിൽ തിരക്കില്ലാതെ നമുക്ക് എല്ലാം കണ്ട് തിരിച്ചു വിടാൻ പറ്റും. ശ്രീ മുരളീധരൻ ഓരോ ജില്ലയെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിക്കുന്ന പ്രാസംഗികരെ, കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ സോമൻ, മറ്റു വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മുൻകാല നേതാക്കന്മാരി, സ്റ്റാർസ് ഓഫ് 90 ഡി കമ്പനി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വർഷം കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് പറക്കുന്ന ഒരു സീനുണ്ട്. ഏതാണ്ട് ആ സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഏതായാലും ഇവിടെ പുറത്തുനിന്ന് ആരുമില്ല, എല്ലാവരും എൻ്റെ അനിയന്മാരും അനിയത്തിമാരും കുടുംബാംഗങ്ങളുമാണ്. അതുകൊണ്ട് വേറെ വിഷയം വേണ്ടിയത്. ദേശം മുഴുവൻ പറക്കട്ടെ, നമ്മുടെ തലമുറകൾ ഈ മൂന്നാറിലെ ഈ അന്തിമൈകുന്ന നേരത്ത് നമ്മളിവിടെ കൂടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ആവർത്തിക്കുന്നു. നമ്മുടെ സ്നേഹവും സൗഹൃദവും ഒത്തുകൂടി ഉള്ള ഒരു കൂടിച്ചേരലാണ്. അത് ഇനിയും അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. പാട്ടും ബഹളവും വൈബും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അടുത്ത വർഷം കോഴിക്കോടേക്കാണ്. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വരുന്ന സമയത്ത് റേഡിയോ മാംഗോ കേൾക്കണം കേട്ടോ. 2 മണി മുതൽ 6 മണി വരെ ഞാൻ ഉണ്ടാവും. അപ്പൊ ഓക്കെ, അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട്
അതന്നെ ഓക്കെ.